ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സെറ്റ് കെമിസ്ട്രിയുടെ ഒരു 2 മന്ത് സ്റ്റഡി പ്ലാനുമായിട്ടാണ്. നമുക്ക് ഓഗസ്റ്റിലാണ് നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ കെമിസ്ട്രിയുടെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 മാസമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ആ 2 മാസം മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ, വളരെ എഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെറ്റ് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ടൈം ടേബിൾ, കൃത്യമായിട്ടൊരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം. അത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കൺവീനിയൻസ്, ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. അതല്ല ബി.എഡിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഹോം മേക്കർ ആണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഒരു കൃത്യമായ ഒരു സ്കെഡ്യൂൾ നിങ്ങൾ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും നിങ്ങളുടെ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം. ആ 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൽ നിന്നും 1 മണിക്കൂർ പഠിച്ചത് മുഴുവൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കണം. അല്ലാതെ ജസ്റ്റ് പഠിച്ച് വിടുകയല്ല ചെയ്യേണ്ടത്. അന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് എന്താണോ പഠിച്ചത് അത് റിവൈസ് ചെയ്യാനും കൂടെ ഒരു സമയം കൃത്യമായിട്ട് നിങ്ങൾ എടുക്കുക. ആദ്യം തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കണം ആദ്യമേ കഴിയേണ്ടത്. ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് കഴിയുന്നതോടൊപ്പം തന്നെ അത് റിവൈസ് ചെയ്യാനൂടെ പഠിക്കണം. കാരണം നമ്മളൊരു 2 മന്ത് സ്റ്റഡി പ്ലാൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മാസം കഴിയുമ്പോഴത്തേക്കും എക്സാം ഇങ്ങ് വരും. പിന്നെ സെപ്പറേറ്റ് ഒരു റിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കളയാനില്ല. ഒന്ന് ഓടിച്ചു നോക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ റിവിഷൻ കൃത്യമായിട്ട് ഈ പഠിക്കുന്നതിനോടൊപ്പം റിവിഷൻ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മോർണിംഗ് അവേഴ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാൻ പാടുള്ള, അതല്ല നിങ്ങൾക്ക് രാത്രിയാണ്, അത് നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. ചിലർക്ക് രാവിലെ ആയിരിക്കും, ചിലർക്ക് രാത്രി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ ഒരു രീതിയിൽ സ്പെൻഡ് ചെയ്യുക. അപ്പം അതുപോലെ ഉച്ച സമയങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മാത്തമാറ്റിക്കൽ, ഇപ്പോൾ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ കെമിസ്ട്രിയിൽ പ്രോബ്ലമാറ്റിക് വരുന്ന സെഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇനോർഗാനിക് ഒക്കെ പഠിക്കാനായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യതയുള്ളപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. മാക്സിമം പോർഷൻസ് രാവിലെയും ഉച്ചയ്ക്കും നിങ്ങൾ കവർ ചെയ്തിട്ട് വൈകുന്നേരങ്ങൾ ഈ പറഞ്ഞ പോലെ റിവിഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മൊത്തം 2 മാസം 60 ദിവസമാണ്. നമ്മളത് 60 ദിവസങ്ങൾ ഇങ്ങനെ അലോട്ട് ചെയ്യുക. ഓർഗാനിക്കിന് ഒരു 15 ദിവസം, ഇനോർഗാനിക്കിന് ഒരു 15 ദിവസം, ഫിസിക്കലിന് ഒരു 15 ദിവസം, അനലിറ്റിക്കലിന് ഒരു 15 ദിവസം, ആ ഒരു രീതിയിൽ അലോട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ അലോട്ട് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ കെമിസ്ട്രി ഈ ഉച്ചയ്ക്ക് നമുക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിൽ എടുക്കുക. പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഒരു ഏരിയാസ് എടുക്കുക. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ട പോർഷൻസ് ക്വാണ്ടം കെമിസ്ട്രി, തെർമോഡൈനാമിക്സ്, കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, അതുപോലെ സ്പെക്ട്രോസ്കോപ്പി, ഗ്രൂപ്പ് തിയറി, തെർമോഡൈനാമിക്സ്, സോളിഡ് സ്റ്റേറ്റ്, ക്ലോയിഡ്സ്, പോളിമർ, ഡേറ്റ അനാലിസിസ്, ഗേഷ്യസ് സ്റ്റേറ്റ്, ദെൻ സൊല്യൂഷൻ ആൻഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പം ഞാൻ ഈ ഓർഡർ എഴുതിയിരിക്കുന്ന ആ ഒരു കൂടുതലും വന്ന ചോദ്യങ്ങൾ ആ ഒരു രീതിയിലാണ്. ക്വാണ്ടം കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ ഹക്കൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറി, 1D ബോക്സ്, 2D ബോക്സ്, 3D ബോക്സ്, അതുപോലെ ഓപ്പറേറ്റേഴ്സ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നോക്കണം. തെർമോഡൈനാമിക്സിൽ എല്ലാ ഇക്വേഷൻസും അതുപോലെ നെയിംഡ് ഇക്വേഷൻസും എല്ലാം നോക്കുക. കൈനറ്റിക്സിലാണ് കൂടുതൽ പ്രോബ്ലംസ് വന്ന് കണ്ടിട്ടുള്ളത്. ആ ഒരു അരോനീനിയസ് ഇക്വേഷൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ബേസിക് കാര്യങ്ങൾ, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടഫേൽ പ്ലോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. സ്പെക്ട്രോസ്കോപ്പി ചോദ്യങ്ങൾ വരാറുണ്ട്. എല്ലാ ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പി, ഏതൊക്കെ മോളിക്യൂൾസ് സ്പെക്ട്രോസ്കോപ്പി കാണിക്കുന്നു ആ ഏരിയാസ് ഒക്കെ നോക്കുക. ഗ്രൂപ്പ് തിയറിയിൽ പ്രോബ്ലംസ് കുറേ ഉണ്ട്. പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ളത്, GOT തിയറിയുടെ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കലിൻ്റെ എക്സാമ്പിൾസ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബോസോൺസിൻ്റെ എക്സാമ്പിൾ എന്താ, അതുപോലെ തന്നെ ഇക്വേഷൻസും ചോദിച്ചിട്ടുണ്ട്. സോളിഡ് സ്റ്റേറ്റിലും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. കൊളോയിഡ്സ്, ഇക്വിലിബ്രിയ, പോളിമർ, ഡേറ്റ അനാലിസിസ്, ഗേഷ്യസ് സ്റ്റേറ്റ്, സൊല്യൂഷൻ, ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളൊരു അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ അതിൽ നിന്ന് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി 11th ടോപ്പിക്ക് 12th ടോപ്പിക്ക് ഒക്കെ വരുന്നുണ്ടല്ലോ, ആ ഭാഗങ്ങളും കൂടെ ഒക്കെ നോക്കുക. ആ ഒരു ടെക്സ്റ്റ് യൂട്ടിലൈസ് ചെയ്യുക. NCERTയുടെ ടെക്സ്റ്റ് ബുക്കും അതിൽ വരുന്ന പ്രോബ്ലംസും ഒക്കെ, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും ഒക്കെ ഈ പറഞ്ഞ പോർഷൻസ് നോക്കാനായിട്ട് പഠിക്കുക. ഇപ്പോൾ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, മൊളാരിറ്റി, നോർമാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞ് ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും പോർഷൻസ് നോക്കാൻ NCERT 11th and 12th യൂട്ടിലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ
നമ്മളുടെ 20 ദിവസം ഇനോർഗാനിക് കെമിസ്ട്രി. അപ്പോൾ നിങ്ങൾ ഫിസിക്കലും ഇനോർഗാനിക്കും കൂടെ ക്ലബ് ചെയ്ത് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഫിസിക്കലിൽ നമുക്ക് ഉച്ചയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാം. പ്രോബ്ലംസ് വരുന്ന കാര്യങ്ങൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഉച്ച യൂട്ടിലൈസ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പ്രധാനമായിട്ടും നോക്കേണ്ട ഏരിയ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, എഫ് ആൻഡ് ഡി ബ്ലോക്ക് എലമെന്റ്സ്, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്, ബയോ ഇനോർഗാനിക്, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ഒക്കെ നോക്കാനായിട്ട് JDയിൽ അതുപോലെ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നല്ലതാണ്. മാക്സിമം ഫോക്കസ് കൊടുക്കേണ്ടത് എഫ് ബ്ലോക്ക്, കോർഡിനേഷൻ, ബയോ ഇനോർഗാനിക്, ഓർഗാനോ മെറ്റാലിക് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പാർട്ട് അത് ഓർഗാനിക് കെമിസ്ട്രി ആണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ഓർഗാനിക് കെമിസ്ട്രി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതനുസരിച്ച് ഇപ്പം ഇനോർഗാനിക്കിന് മാക്സിമം 20 ദിവസം വേണ്ടി വരില്ലായിരിക്കും. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ കൺവീനിയൻസിൽ അതായത് ഒന്ന് പ്ലാൻ ചെയ്താൽ മതിയാവും. ഓർഗാനിക് കെമിസ്ട്രിയിൽ GOC, ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പല എഫക്റ്റുകൾ, റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റുകൾ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരണം. നെയിം റിയാക്ഷൻസ്, റിയേജന്റ് വരണം. അതുപോലെ പെരിസൈക്ലിക് റിയാക്ഷൻസ്, ഫോട്ടോ കെമിസ്ട്രി വരിക. ദെൻ ഹെട്രോസൈക്ലിക് കെമിസ്ട്രി നോക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക. അത് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് എന്തെങ്കിലും നെയിംഡ് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബേസ് ഉണ്ടല്ലോ, ന്യൂക്ലിയർ ബേസുകൾ, DNA, അതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഇപ്പോൾ സ്ഥിരം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അഡിനിൻ്റെ സ്ട്രക്ചർ ഏത്, ഗ്വാനിൻ്റെ സ്ട്രക്ചർ ഏത്, അങ്ങനത്തെ സ്ട്രക്ചേഴ്സ്, ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചേഴ്സ്, ടെർപ്പിനോയിഡ്സ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ സ്ട്രക്ചറൊക്കെ ഒന്ന് ഒരുവിധം പഠിക്കുക. ദെൻ ഡ്രഗ്സ് ഒക്കെ വരുമ്പോൾ പാരസെറ്റമോള്, അതുപോലെ തന്നെ ഓയിൽ ഓഫ് വിന്റർ ഗ്രീൻ, മീഥൈൽ സാലിസിലേറ്റ്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളുടെ സ്ട്രക്ചറൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. സ്പെക്ട്രോസ്കോപ്പിയിൽ മാക്സിമം ഫോക്കസ് നിങ്ങൾ കൊടുക്കേണ്ടത് മാസ് സ്പെക്ട്രോസ്കോപ്പിയും അതുപോലെ തന്നെ NMR-നൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ESR, മാസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. NMR-ന് സ്ട്രക്ചർ ലൂസിഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊന്ന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോവുക. ദെൻ അടുത്ത നമുക്ക് ഈ ഒരു 20 ദിവസത്തിൽ നമുക്ക് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സും കൂടെ ഈ ഒരു 20 ദിവസത്തേക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അതായത് ഓർഗാനിക് പ്ലസ് അനലിറ്റിക്കൽ കെമിസ്ട്രി ആയിട്ട് പോകുന്നതായിരിക്കും നമ്മൾ നല്ലത്. ഓക്കെ, അതല്ല എങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് എന്നും പറഞ്ഞ കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് നിങ്ങൾ ക്ലബ് ചെയ്ത് കൊണ്ടുപോയാൽ മതിയാവും. ക്ലബ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് സ്പെക്ട്രോസ്കോപ്പി, മാസ് സ്പെക്ട്രോസ്കോപ്പി ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. ഈ ഒരു ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സിൽ ഇലക്ട്രോ കെമിസ്ട്രി, കലോറിമെട്രി, ബയോ അനലിറ്റിക്കൽ മെത്തേഡ്, ക്രൊമറ്റോഗ്രഫി, ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡ്സ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഫിസിക്കലിൻ്റെ കൂടെ ഒരു സെറ്റ് ടെക്നിക്ക്, ഇനോർഗാനിക്കിൻ്റെ കൂടെ ഒരു സെറ്റ് ടെക്നിക്ക്, ഓർഗാനിക്കിൻ്റെ കൂടെ ഒരു സെറ്റ് ടെക്നിക്ക്, ആ ഒരു രീതി ഇപ്പോൾ. കാരണം അനലിറ്റിക്കലിന് മാത്രമായിട്ട് ഒരു 20 ദിവസമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കേണ്ട. കാരണം അനലിറ്റിക്കൽ നമ്മൾ കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക, അല്ലാതെ അത്രയും ഒരു ദിവസം അനലിറ്റിക്കൽ നിന്ന് മാത്രം പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യമില്ല. ആ സമയം നമുക്ക് ബാക്കി 3നും കൂടെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പം ഇതിനോടൊപ്പം പഠിച്ചു പോകാം. അപ്പോൾ ഒരു ദിവസം ഇനോർഗാനിക് എടുക്കുന്ന ആദ്യത്തെ ഒരു 20 ദിവസം ഉണ്ടല്ലോ, ആ 20 ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രൊമറ്റോഗ്രഫി ടെക്നിക്സ് കൂടെ നോക്കിയാൽ കൂടുതൽ MCQs ഒക്കെ ചെയ്തു പോയാൽ മതിയാവും. അല്ലാതെ അതിന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് അത്രയും ഒരു ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് പഠിച്ചു പോയാൽ മതിയാവും. 20 ദിവസം ഉപയോഗിക്കുമല്ലോ. ആ 20 ഓരോരോ ഇപ്പം നമ്മൾ 3 ഓർഗാനിക് 20, ഇനോർഗാനിക് 20, ഫിസിക്കൽ 20, അങ്ങനെ 20 × 3 60 ആ 20കളിൽ ഈ 3 20കളിലായിട്ട് അനലിറ്റിക്കൽ ചേർത്തങ്ങ് പഠിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സെപ്പറേറ്റ് നമ്മളൊരു അനലിറ്റിക്കലിന് എടുത്താൽ നമ്മുടെ ഇനോർഗാനിക്കും ഫിസിക്കലിനും കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈം ഇതിലങ്ങ് പോകും. കാരണം അത്ര ഒരു ഡെപ്തിൽ ചോദിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ അനലിറ്റിക്കലിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ചോദ്യങ്ങൾ വരുന്നുമുണ്ട്, അപ്രോച്ച് ചെയ്യേണ്ടത് MCQs ഒക്കെ ചെയ്ത് നോക്കി മതിയാവും. അതിന് നിങ്ങൾ നെറ്റൊക്കെ യൂട്ടിലൈസ് ചെയ്യും, ഗൂഗിൾ സോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുക. MCQs ഓൺ ഇന്ന ടോപ്പിക് എന്ന് സ്പെസിഫൈ ചെയ്ത് അടിച്ചു കൊടുത്താൽ നമുക്ക് കുറേ MCQs കിട്ടും. അതിൽ നിന്ന് തന്നെ ബേസിക് ടൈപ്പ്, അഡ്വാൻസ് ടൈപ്പ് എന്നൊക്കെ കൃത്യമായിട്ട് ബ്രൗസ് ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചൊരു ഐഡിയയും കിട്ടും. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇതെല്ലാം ചുമ്മാ നോക്കിയിരിക്കുകയല്ല ചെയ്യേണ്ടത്, ബുക്കിൽ എഴുതിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എക്സാം ടൈമിലൊന്ന് ലാസ്റ്റ് ദിവസം ഒന്ന് ഈ MCQs ഒന്ന് നോക്കിയാൽ മതിയാവും അനലിറ്റിക്കൽ. ബാക്കി 3 കാര്യങ്ങൾക്ക് മാക്സിമം നമുക്ക് നല്ല ഡെപ്തിൽ അത് പഠിച്ച് തീർക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് സിലബസിനെ അറേഞ്ച് ചെയ്ത് പഠിച്ചാൽ കൃത്യം 2 മാസം കൊണ്ട് സിലബസ് കവർ ചെയ്ത് റിവിഷനും ഒപ്പം കൊണ്ടുപോയാൽ ഒരുപാട് നമുക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റും. ഈ ഒരു റിവിഷൻ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ
ഓരോ ടോപ്പിക്കും പഠിച്ച് റിവിഷൻ കൊണ്ടുപോകുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. ഇന്ന് പഠിച്ച ടോപ്പിക്ക് ഞാൻ മാസ് സ്പെക്ട്രോസ്കോപ്പിയാണ്, അപ്പോൾ അതിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, പ്രീവിയസ് സെറ്റിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ നെറ്റിന്റെ ക്വസ്റ്റ്യൻ കിട്ടും, അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് അത് ഈ രാത്രി സമയങ്ങളിൽ യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് ആ ടോപ്പിക്ക് പഠിക്കാം, നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്തവണത്തെ സെറ്റ് തന്നെ എല്ലാവരും നേടിയെടുക്കുക. താങ്ക്